കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പറ്റില്ലെങ്കിലോ? സോറി, എനിക്ക് മനസ്സിലായില്ല. സാർ ഇപ്പൊ പറഞ്ഞ കാര്യം എന്നെ കൊണ്ട് പറ്റില്ലാന്ന്. സാറും ശ്രീലക്ഷ്മിയും തമ്മിൽ ഇനി എങ്ങനെയായാലും സാൻഡ്ര ഇനി പിന്നോട്ടില്ല. അത് ബുദ്ധിമുട്ടാവൂലോ സാന്ദ്ര മാഡം? ഒരു ബുദ്ധിമുട്ടും ഇല്ല രാജാറാം സാർ. ഇനി സംഗതികളൊക്കെ എളുപ്പമാണ്. ഇപ്പൊ സാറിന് ശ്രീലക്ഷ്മിയോടുള്ളത് ഒരു അസുഖക്കാരിയായ ഭാര്യയോട് ഏതൊരു ഭർത്താവിനും തോന്നുന്ന ഒരു സ്നേഹം, അതായത് സിമ്പതി നിറഞ്ഞ സ്നേഹം. ഒരു പരിധി കഴിയുമ്പോ മടുപ്പ് തോന്നും, സ്വാഭാവികം. ആ മടുപ്പാണ് സാൻഡ്ര മുതലെടുക്കാൻ പോകുന്നത്. രാജനന്ദിനിയുടെ മരണശേഷം ശ്രീലക്ഷ്മി എങ്ങനെയാണോ സാറിന്റെ മനസ്സിൽ കയറിയത്, അതേ വഴിയിൽ കൂടി തന്നെയാ ഇനി സാൻഡ്രയും പോകാൻ പോകുന്നത്. പണ്ടെന്നോ എനിക്ക് കിട്ടാതെ പോയത്, വിധി തരാത്തത്, ഇനി എനിക്കത് കിട്ടും. സാറിന് മനസ്സിലാകാൻ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞു തരാം. കുട്ടികൾ അറിയാതെ ചില തെറ്റുകൾ ചെയ്യുമ്പോ അവരെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പറഞ്ഞയക്കുന്നത് കണ്ടിട്ടില്ലേ? അതെന്തിനാണെന്ന് അറിയോ സാറിന്? അവര് ചെയ്ത തെറ്റ് മനസ്സിലാക്കി ഇനിയും അത് ചെയ്യാതിരിക്കാനും നേർവഴിയിൽ നടക്കാനും വേണ്ടിയാ. അങ്ങനെ ഒരു ദുർഗുണ പരിഹാര പാഠശാലയിലാണ് രവി സാർ ഇപ്പോ. അതും കഠിനമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ട്. അവിടെ നിന്നും സാറിനെ മോചിപ്പിക്കും ഈ സാൻഡ്ര. എന്നിട്ട് മഴവിൽ അഴകിൽ 7 നിറങ്ങളുള്ള ജീവിതം എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കും. അപ്പോ ചുരുക്കി പറഞ്ഞ സാന്ദ്ര മാഡം പഴയ ആളായി കച്ചമുറുക്കി കഴിഞ്ഞു എന്നർത്ഥം. നോ ഡൗട്ട്. രാജാറാം സാറിന് ഈ പെൺകുട്ടികളുടെ മനസ്സ് അറിയാത്തതുകൊണ്ടാ. രാജാറാം സാർ പറയുന്നത് പോലെ അഭിനയിക്കാനൊന്നും പറ്റില്ല, പ്രത്യേകിച്ച് എനിക്ക്. ഞാനന്ന് സാറിനോട് സമ്മതിച്ചത് എനിക്ക് രവി സാറിന് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ്. രാജനന്ദിനിയുടെ ഇല്ലായ്മയിൽ ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മിയുടെ ഇല്ലായ്മയിൽ സാൻഡ്ര. അങ്ങനെയാണല്ലോ നടന്നു വരുന്ന കീഴ്വഴക്കം. ശ്രീലക്ഷ്മി ഇല്ലെങ്കിൽ നറുക്കെനിക്ക്. കീഴ്വഴക്കത്തിനും ഭാഗ്യത്തിനും അപ്പുറം അതെന്റെ അവകാശമാണ്. തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങും ഈ സാൻഡ്ര. മതി മാഡം, ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. മാഡം രണ്ടും കൽപ്പിച്ച, പക്ഷേ ചെറിയൊരു വിശ്വാസക്കുറവ് എനിക്കുണ്ട്. അവസാനം രവി സാറിനെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ. മാഡം പറഞ്ഞ അവകാശം നിഷേധിക്കുമോ എന്ന കാര്യത്തിൽ. അവകാശം എന്ന് പറഞ്ഞത് എനിക്ക് സാറിനോടുള്ള ഇഷ്ടത്തിന്റെ കാര്യമാണ്. ശ്രീലക്ഷ്മിയേക്കാൾ കൂടുതൽ ഞാൻ രവി സാറിനെ സ്നേഹിക്കുന്നു എന്ന അവകാശം. ഇതിന്റെ എല്ലാ അവസാനം രവിചന്ദ്രവർമ്മൻ സാൻഡ്രയ്ക്ക് സ്വന്തം. രേഖ മാഡത്തിന്റെ ഭാഷയിൽ പറഞ്ഞ 1 പിഴച്ചാൽ 3, സ്ഥായിയായ 3. പക്ഷേ ഒരു പ്രശ്നമുണ്ട് മാഡം. 1നും 3നും ഇടയിൽ ഒരു 2 ഉണ്ട്. ആ 2 വളരെ പ്രത്യേകതയുള്ള 2ആണ്. അതും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇരട്ട മുഖമുള്ള 2. മാഡം ഇപ്പൊ ചിന്തിക്കുന്നത് തന്നെയാ ഞാൻ പറഞ്ഞത്. 2 അത് അപകടകാരിയാണ് മാഡം. 2 ഡേഞ്ചറസ്. അതുകൊണ്ട് തന്നെ 2ന് പകരക്കാരിയാവാൻ ഒരിക്കലും 3ന് സാധിക്കില്ല. സാന്ദ്ര മാഡം പഴയ ആളായതുപോലെ ശ്രീലക്ഷ്മിയെ പഴയതാക്കരുത്. അത് അവനവന്റെ തന്നെ കുഴി വെട്ടുന്നതിന് തുല്യമാണ്. ഓർത്താൽ നന്ന്.
ഗുഡ് മോർണിംഗ് സർ. സർ, ഞാൻ ക്യാബിനിലേക്ക് വരുമായിരുന്നു. എന്താ സാൻഡ്ര? സർ, രാജനന്ദിനി സ്റ്റോക്ക് ഫയലാണ്. ശ്രീലക്ഷ്മി മാഡം ഇല്ലാത്തത് കൊണ്ട് സാറിന് സൈൻ ചെയ്ത. ശ്രീലക്ഷ്മി ഇന്ന് വരും സാൻഡ്ര. സർ, ഇമ്മീഡിയറ്റ് അയക്കേണ്ടതായിരുന്നു. സർ, ഹൗസ് ദി ട്രിപ്പ്? സാൻഡ്രയ്ക്ക് എന്തോ എന്നോട് ചോദിക്കാനുണ്ടല്ലോ. അത് സർ, മുഖവരിയുടെ ആവശ്യമൊന്നുമില്ല സാൻഡ്ര. സർ, ജനറൽ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്. ഓഫീസിലേക്ക് വന്ന ആ ഒരു സ്ത്രീയെക്കുറിച്ച് യാതൊരു അറിവും ഇവിടെ ആർക്കും ഇല്ല. രാജാറാം സർ വന്ന് ഞങ്ങളെയൊക്കെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. സർ ഇവിടെ ഇല്ലാതിരുന്നതുകൊണ്ടാ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സാൻഡ്രയുടെ ഡൗട്ട് മാത്രം ചോദിച്ചാൽ മതി. സർ, ഇത്രയേ ഉള്ളൂ. ഓഫീസിൽ വന്ന ആ സ്ത്രീയെക്കുറിച്ച് ചോദിച്ചിട്ട് രാജാറാം സർ ഒന്നും മിണ്ടുന്നില്ല. അന്വേഷിക്കേണ്ട കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി, വേറെ ഒന്നിനെക്കുറിച്ചും അന്വേഷിക്കേണ്ട എന്ന രാജാറാം സാറിന്റെ മറുപടി. അറ്റ്ലീസ്റ്റ് ഈ ഓഫീസിൽ നടക്കുന്ന കാര്യമെങ്കിലും ഞാൻ അറിയണ്ടേ സർ? ഇക്കാര്യത്തിൽ സാൻഡ്രയ്ക്കുള്ള അറിവേ എനിക്കുള്ളൂ. അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി സർ. ആ സ്ത്രീയുടെ വരവും പോക്കും ഒരു ദുരൂഹതയായി തന്നെ തുടരുന്നുണ്ട്. ആ നിലയ്ക്ക് ആസ് എ വൈസ് പ്രസിഡന്റ് പോലീസിലെ ഒരു കംപ്ലൈന്റ് കൊടുക്കാനുള്ള പെർമിഷൻ സാർ എനിക്ക് തരണം. ഇതിനെക്കുറിച്ച് ആർക്കും അറിയാത്ത സ്ഥിതിക്ക് അതല്ലേ സാർ നല്ലത്? അതൊന്നും വേണ്ട സാൻഡ്ര. കേസും വഴക്കും ഒക്കെ ആയാൽ അത് നമ്മുടെ സെക്യൂരിറ്റിയെ ബാധിക്കും. തൽക്കാലം അതത്ര കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോ ഈ സംഭവത്തില് എനിക്കറിയാവുന്ന അറിവിനും മുകളില് സാറിനും എന്തൊക്കെയോ അറിയാമല്ലോ. ഇപ്പൊ സാൻഡ്ര ചോദിച്ചതിന്റെ മറുപടി എനിക്കറിയില്ല. തന്നോട് പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് രാജാറാം എന്നോടും പറഞ്ഞത്. ബോസായ എന്നോട് പോലും പറയാത്ത കാര്യം തന്നോട് എങ്ങനെ പറയാം? പിന്നെ സാൻഡ്ര ഒരു കാര്യം ഓർക്കണം. രാജാറാം ഇവിടുത്തെ പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ല, ചീഫ് സെക്യൂരിറ്റി ഓഫീസറാണ്. അപ്പോ പലതും മറക്കുകയും ഒളിക്കുകയൊക്കെ ചെയ്യും. സാൻഡ്ര അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ സാൻഡ്രയെ അങ്ങോട്ട് വന്നറിയും. എന്തിനാ സാർ എന്നെ അങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ നിർത്തുന്നത്? അത് സാൻഡ്രയുടെ തോന്നലാണ്. ഞാൻ സാൻഡ്രയ്ക്കിടയിൽ ഒരു ഡിസ്റ്റൻസും വെച്ചിട്ടില്ല. കള്ളമാണ് സാർ ഇപ്പൊ പറഞ്ഞത്. എന്നോടിപ്പൊ സംസാരിക്കുന്നത് ഞാൻ അറിയുന്ന രവിവർമ്മൻ അല്ല. സാൻഡ്ര പഴയ സാൻഡ്രയാണോ? അല്ലല്ലോ. സ്വയം മാറുമ്പോൾ കൂടെ നിൽക്കുന്നവരും മാറും സാൻഡ്ര. പണ്ടെന്നോ തോന്നിയ വെറും ഒരു അട്രാക്ഷന്റെ പുറത്ത് താനിപ്പോഴും ജീവിക്കുകയാണ്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. എത്ര തവണ ഞാൻ പറഞ്ഞു, ശ്രീലക്ഷ്മിയെ പോലെ എനിക്ക് തന്നെ കാണാൻ കഴിയില്ല. അതെന്താ, ഞാൻ സാറിന്റെ പഴയ ഭാര്യയുടെ പുനർജന്മം അല്ലാത്തതുകൊണ്ടാണോ? സാർ ഞെട്ടണ്ട. ഞാൻ പറഞ്ഞ കാര്യം സാറിന്റെ ഭാര്യ തന്നെ പണ്ട് എന്നോട് പറഞ്ഞതാ. എന്റെ അറിവില് ഈ പുനർജന്മമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും മഹാഭാരതത്തിലാ. കാശി രാജാവിന്റെ പുത്രിയായിരുന്ന അംബ തപസ് ചെയ്ത് പരസിദ്ധി നേടി പുനർജനിച്ചു. പക്ഷെ ജനിച്ചത് ശിഖണ്ഡിയായിട്ടായിരുന്നു. പിന്നീട് ശിഖണ്ഡിയെ മുൻനിർത്തി ജയങ്ങളൊക്കെ ഉണ്ടായി. ഇവിടെ അതുപോലെ സംഭവിക്കാൻ മഹാഭാരത കഥയൊന്നും അല്ലല്ലോ സാർ ഇത്. സോറി, സാറിനെ വിഷമിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞതല്ല. പുനർജന്മം എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഇത് ഓർമ്മ വന്നു, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. സാറിന് മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ സോറി. വിഷമമൊന്നുമില്ല സാൻഡ്ര. മഹാഭാരതം സാൻഡ്ര തീർത്ത് വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഭീഷ്മരുടെ നിഗ്രഹത്തിനായി ജനിച്ച അംബ തന്റെ പുനർജന്മത്തിൽ
അതായത് ശിഖണ്ഡിയായി ജനിച്ചതിന് ശേഷം ആ ആഗ്രഹം സാധിച്ചു എന്നുകൂടിയുണ്ട്. മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഇനി രാജനന്ദിനിയുടെ പുനർജന്മമാണ് ശ്രീലക്ഷ്മിയെങ്കിൽ തന്റെ 2ാം ജന്മത്തിൽ എന്നോടൊപ്പം ജീവിച്ച് മരിക്കണം എന്ന തന്റെ ആഗ്രഹം അവൾക്ക് സാധിക്കുമെന്ന് ഉറപ്പാ. താൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞേ. സാൻഡ്രയുടെ ഈ മുഖം കാണാൻ എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ലൈക്ക് യുവർ സ്മൈലിംഗ് ആൻഡ് ചാമിങ് ഫേസ്. ബാക്കി എല്ലാ ചിന്തകളും മാറ്റിവെച്ചിട്ട് ചെന്ന് ജോലി ചെയ്യാം. Come on. ഡ്യൂട്ടി ഫസ്റ്റ്. വേറെ ചിന്തകൾ മനസ്സിൽ കടന്നുകൂടിയാൽ അത് നമ്മുടെ ജോലിയെ ബാധിക്കും. അത് കമ്പനിയെ തന്നെ തകരാറിലാക്കിയെന്ന് വരും. സോ സാൻഡ്ര, ഹലോ, തീർന്നവള് രാഗസുധ. സോറി സാർ, ഞങ്ങള് ഫൂൾ. ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും അത് മിസ് ചെയ്തിരിക്കുന്നു. ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ. സരോജം, കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക്. എന്താ മോളെ ഇത്? റോഡിലൂടെ നടക്കുമ്പോ സൂക്ഷിച്ച് നടക്കണ്ടേ? ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താ വരുന്ന അവസ്ഥ? ആ കുട്ടിയെ വെറുതെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? വണ്ടിക്കാരന്റെ വരവ് നീ ശ്രദ്ധിച്ചില്ലേ? അയാൾ റോങ് ആയിട്ട് കാർ ഓടിച്ചു വന്ന് ഈ കുട്ടിയുടെ നേരെ വരികയായിരുന്നു. എന്നാലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണ്ടേ മോളെ? റോഡിലൂടെ നടക്കുമ്പോ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ശരി, എന്നെ സഹായിച്ചതിന് നന്ദിയുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്തുപറ്റി? കാലുളുക്കിന്നാ തോന്നുന്നു. ഭയങ്കര വേദന. എങ്കി പിന്നെ ഇവിടെ ഇരിക്കെ. സരോജം, ഈ കുട്ടിയെ നമുക്ക് ആശുപത്രിക്ക് കൂട്ടിക്കൊണ്ടുപോവാം. അയ്യോ വേണ്ട, കാലിന് ചെറിയൊരു വേദനയുള്ളൂ. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഈ വയ്യാത്ത കാലും വെച്ച് മോളെങ്ങനെ പോവും? ഞങ്ങളുടെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മോളുടെ ബന്ധുക്കളുടെയോ കൂട്ടുകാരുടെയോ നമ്പർ താ, ഞങ്ങൾ വിളിച്ചറിയിക്കാം. അവരോട് ഇങ്ങോട്ട് വരാൻ പറയാം. ആ നമ്പര് പറ മോളെ, ഞാൻ വിളിക്കാം. അയ്യോ, എനിക്ക് അങ്ങനെ വിളിക്കാൻ വേണ്ടി മാത്രം ഈ നാട്ടിൽ ആരുമില്ല. പിന്നെ മോളുടെ നാടും വീടും ഒക്കെ എവിടെയാ? എങ്ങനെ ഇവിടെ എത്തി?
എനിക്കങ്ങനെ പറയാൻ മാത്രം ബന്ധുക്കൾ ആരുമില്ല. ഉള്ളത് ശത്രുക്കളാ. അവര് കാരണം ഞാൻ ഈ നാട്ടിലെത്തിയത്. ജീവിതത്തിൽ ഞാൻ എന്നും തനിച്ചായിരുന്നു. മോള് പറയുന്നത് കേട്ടിട്ട് മോളുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന് മനസ്സിലായി. മോളെ എവിടെയെങ്കിലും ആക്കണമെങ്കിൽ ആക്കാം. പോകാനോ താമസിക്കാനോ സ്വന്തമായി അങ്ങനെ എനിക്കൊരിടമില്ല. നിങ്ങൾ എന്നെ നോക്കണ്ട. വേദന മാറുമ്പോ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ശ്രീരജ, നീ വന്നേ, നീ വരേ. ബാഗ് കൊടുക്കും. പിടിക്ക്. വാ, പറ, പറ, വാ. മോളെ മോളെ, മോൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താ. മോൾക്ക് അവിടെ കുറച്ചു നേരം വിശ്രമിക്കാം. കാലിന്റെ വേദന ഭേദമാകുമ്പോൾ മോൾക്ക് പോകാം. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാണെന്ന് എനിക്കറിയാം. ഇനിയും മോക്ക് പോകാനൊരിടയില്ലാന്ന് പറയുന്നു. ബന്ധുക്കളോ സുഹൃത്തുക്കളോ പരിചയക്കാരോ ഒന്നും ഇല്ലാന്ന് പറയുന്നു. വയ്യാത്ത ഈ കാലുമായി നീ പിന്നെ എങ്ങോട്ട് പോവും? ഞങ്ങൾ പറയുന്ന കേക്ക്. അതല്ല ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാ, ഈ സംഭവത്തോടെ എന്റെ ജീവൻ ഇപ്പൊ ആപത്തിലാണെന്ന് മനസ്സിലായി. ഇവര് പറയുന്ന പോലെ ഇവരുടെ കൂടെ പോകുന്നതാ നല്ലത്. എന്താ മോളെ ആലോചിക്കുന്നത്? ഞങ്ങളുടെ കൂടെ വരണോ വേണ്ടതെന്നാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, എന്താ മോളെ പറയണത്? ഞങ്ങൾക്ക് ഇതുപോലൊരു മോളുള്ളതാ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വാ. വാ, എഴുന്നേക്ക്. മോള് വാ. വാ. മോളുടെ പേരെന്താ? സുധ. ആഹാ, നടക്ക. പതുക്കെ. എവിടെ വെച്ചാ അവള് മിസ്സായത്? ഇവിടെ കുറച്ച് അപ്പുറത്ത് വെച്ചാണ് സാർ. എന്നിട്ട് എന്തിനാ അവിടെ നിന്ന് മാറിയത്? സർ, നമ്മൾ അവിടെ തന്നെ നിന്നാൽ അവർക്ക് സംശയം തോന്നുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ. ഐ ഡോണ്ട് കെയർ. ജസ്റ്റ് ഗോ ആൻഡ് ഫിനിഷ് ഹിയർ. ഓക്കെ സർ, ഓക്കെ ഓക്കെ. എക്സ്ക്യൂസ് മീ. യെസ് മാഡം. എനിക്ക് ചില CCTV ഫുട്ടേജസ് ചെക്ക് ചെയ്യണമായിരുന്നു. ഷുവർ മാഡം. എന്നത്തെ ഫുട്ടേജാണ് മാഡത്തിന് ചെക്ക് ചെയ്യേണ്ടത്? ഡേറ്റ് ഒന്ന് പറയാമോ? ഒരു 2 days ബിഫോർ ഉള്ള ഫുട്ടേജസാ. ഓക്കെ മാഡം. ഇതാ മാഡം. താനൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ. ഓക്കെ മാഡം.